സോ ഈ ഒരു മത്സരം കൂടി തോടുന്നതോടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സെമി ഫൈനൽ സാധ്യതകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അതായത് 2 ദിവസം മുമ്പ് CCLലെ ആദ്യത്തെ മാച്ച് കളിച്ചു. 2 ദിവസം കൊണ്ട് CCL ക്യാമ്പയിൻ അതായത് സെമി ഫൈനൽ സ്വപ്നം അവസാനിപ്പിച്ചു. നിങ്ങൾ ബംഗാൾ ടൈഗേഴ്സിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുക. അവരൊരു സ്ലോഗൻ ഈ ഒരു സീസണിൽ ഇറക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളെ കൊന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മാച്ച് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന്. സോ ഒരു സ്ലോഗൻ പോലെ തന്നെയാണ് ബംഗാൾ ടൈഗേഴ്സിൻ്റെ ഗ്രൗണ്ടിലെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഡഗ് ഔട്ടിലെ ആറ്റിറ്റ്യൂഡും. ഞാൻ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ മാച്ച് അനാലിസിസ് വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ജാമീൻ ബാനർജി എന്ന് പറഞ്ഞൊരു പ്ലെയർ ബംഗാൾ ടൈഗേഴ്സിലുണ്ട്, വളരെ ഡേഞ്ചറാണെന്ന്. സോ ആ ഒരു ഡേഞ്ചറസ് സംഭവം അദ്ദേഹം ഈ ഒരു കളിയിലും കാണിച്ചിട്ടുണ്ട്. അതായത് ബോളിംഗ് കൊണ്ടാണേലും ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് കൊണ്ടാണേലും വേറെ ലെവൽ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ പറഞ്ഞത് ബംഗാൾ ടൈഗേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടത്. അവർ ഭയങ്കര കൂൾ മൈൻഡായിട്ട് ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്തു. അതുകൊണ്ട് 123 സംതിങ് റൺ അവർ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ ഒരു റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചു. സോ പിന്നെ എല്ലാം ഈസി ആയിരിക്കും. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ കുറച്ച് നല്ലൊരു റണ്ണ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ സംഭവങ്ങളൊക്കെ കുറച്ച് ഈസിയായി മാറും. പിന്നെ അടുത്ത ഇന്നിങ്സ് രാജീവ് പിള്ള വന്നു. സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെതുക്കെ തട്ടിയുള്ള കളിയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ കളിച്ചുകൊണ്ടാണ് അത്രയും റണ്ണെങ്കിലും കിട്ടിയെന്ന് പറയാം. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വളരെ മോശം പെർഫോമൻസാണ് വന്നുകൊണ്ടിരുന്നത്. സോ അതിൽ രാജീവ് പിള്ള ഈ ഒരു സമയത്ത് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ബട്ട് സ്റ്റിൽ ഒരു ടെസ്റ്റ് ഗെയിം അല്ലെങ്കിൽ T20 ഗെയിമൊക്കെ കളിക്കുന്ന പോലെയാണ് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ആ ഒരു അപ്രോച്ചിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സഞ്ജു ശിവരാമിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം ആ ഒരു റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് വളരെ മികച്ച രീതിയിൽ ചെയ്തു. അതായത് റണ്ണറായിട്ട് ഇന്ന് മികച്ച രീതിയിൽ ചെയ്തു. അതുപോലെ തന്നെ ബോളിംഗ് അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം അദ്ദേഹത്തെ അണ്ടർ റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലതായിരുന്നു. മികച്ച പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ബംഗാൾ ടൈഗേഴ്സ് ഫസ്റ്റ് ഇന്നിങ്സ് തന്നെ കളി സീൽ ചെയ്തു. അതായത് നമ്മൾ ഇന്നലെ ചെയ്യേണ്ട കാര്യം അവർ ഇന്ന് ചെയ്ത് കാണിച്ചു. ബംഗാൾ ടൈഗേഴ്സ് എങ്ങനെയാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുന്നതെന്ന് നമ്മളത് ഈ ഒരു മാച്ച് വന്നപ്പോഴും കൃത്യമായിട്ട് ചെയ്തില്ല. പിന്നെ ബിഗ് ഹിറ്റേഴ്സിൻ്റെ അതൊരു വലിയ അടിക്കാറ് നല്ല കുറവുണ്ട്. ഈ ഒരു ടീം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു പ്രോപ്പർ T20 കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ബട്ട് ഈ ഒരു ടൈപ്പുള്ള ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ഹിറ്റേഴ്സിന് നല്ല കുറവ് തന്നെയുണ്ട്. സോ അടുത്ത സീസണിലെങ്കിലും കുറച്ച് ബിഗ് ഹിറ്റേഴ്സിനെ, അതായത് 1 or 2 ബിഗ് ഹിറ്റേഴ്സിനെ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ ഒരു ഗെയിമിലേക്ക്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു സീസൺ നമ്മൾ സെമി കയറാനുള്ള സാധ്യതകളില്ല. വരുന്ന കളി എന്ന് പറയുന്നത് തെലുങ്കും ചെന്നൈക്കെതിരെയാണ്. സോ ഈ ഒരു മാച്ചിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ തന്നെ വലിയ റൺസിനൊക്കെ വിജയിക്കണം. സോ തെലുങ്കുമായിട്ട് നമുക്ക് വലിയ റൺസിന് വിജയിക്കാമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? വിജയിക്കാമെന്ന് പോലും തോന്നുന്നില്ല. പിന്നെ ചെന്നൈയും നല്ല ടീമാണ്, അവരെയും പരാജയപ്പെടുത്താൻ ഭയങ്കര പാടാണ്. നമ്മുടെ ഒരു മോശം ടീമാണ് ഈ ഒരു സീസണിലും വന്നിരിക്കുന്നത്. സോ അത് ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ഹിറ്റേഴ്സ് വേണം എന്നാലേ കളി പോകത്തുള്ളൂ. ഇവിടെ ബിഗ് ഹിറ്റൊന്നുമില്ല. സോ ഈ ഒരു സീസണും ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പിന്നെ ബംഗാൾ ടൈഗേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു 1.5 മാസം തൊട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ ഒരു ഗെയിമിന് വേണ്ടി. അതിൽ പഞ്ചാബ് ദർശേഴ്സ് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട്, അതായത് 1 വർഷം ഫുൾ പ്രാക്ടീസ് ആയിരുന്നു. അതായത് പഞ്ചാബിലെ മൊത്തം ടീമിൽ അവർ പോയി നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടീംസും അങ്ങനെ തന്നെയാണ്. പിന്നെ തെലുങ്കുവിൻ്റെ കർണാടകയുടെ കാര്യമൊന്നും പറയണ്ട. തെലുങ്കു അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. പിന്നെ കർണാടക അവർ 1 മാസം മുകളിൽ പ്രാക്ടീസ് ചെയ്തതാണ്. നമ്മളേതാണ്ട് 5-6 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയത്. പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പ്ലേയേഴ്സും വേണം, ബിഗ് ഹിറ്റേഴ്സ് വേണം. ഈ ഒരു കളിയിൽ ബിഗ് ഹിറ്റേഴ്സാണ് വേണ്ടത്. ബിഗ് ഹിറ്റേഴ്സിന് നല്ല കുറവുണ്ട്. സോ ഒരു പവറോട് അടിക്കാൻ പറ്റിയ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് വിവേക് ഓബൻ, പിന്നെ രാജീവ് പിള്ളയ്ക്ക് പവറുണ്ട്, പക്ഷേ അദ്ദേഹം ഉപയോഗിക്കത്തില്ല. ടെസ്റ്റ് പോലെയാണ് കളിക്കുന്നത്. ടെസ്റ്റ് അല്ല, ഒരു T20 ലെവൽ ഗെയിമാണ് അദ്ദേഹം സ്റ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന്. സോ പിന്നെ സിദ്ധാർത്ഥിൻ്റെ ഗെയിമിൽ അദ്ദേഹം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. കളിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ബിഗ് ഹിറ്റിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ സീസണിൽ ഇത് നല്ലവണ്ണം അദ്ദേഹം ബാറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. സോ ഈ ഒരു സീസൺ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അടിക്കാൻ പറ്റുന്നില്ല. അത് 6ഉം ബൗണ്ടറീസും ഒന്നും നേടാൻ പറ്റുന്നില്ല. ഗ്യാപ്പ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ഒരു പ്രാക്ടീസിൻ്റെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും തെലുങ്കു ചെന്നൈ മാച്ച് വലിയ പ്രതീക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ജയിക്കുകയാണെങ്കിൽ തന്നെ വലിയ റൺ റേറ്റ് ജയിക്കണം. സോ ഏതാണ്ടൊക്കെ ഔട്ടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു സീസണിൽ നിന്ന്. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വളരെയധികം അത്യാവശ്യമാണ്. അടുത്ത സീസൺ തൊട്ടെങ്കിലും കുറഞ്ഞത് 1 മാസത്തെ പ്രാക്ടീസെങ്കിലും ചെയ്യണം. ഈ ഒരു സീസൺ CCL അനൗൺസ് ചെയ്തത് 4 മാസം മുമ്പെയാണ്. അതായത് നേരത്തെ തന്നെ പ്രാക്ടീസ് തുടങ്ങാനും അവരുടെ സിനിമ ഷെഡ്യൂളൊക്കെ കറക്റ്റിന് മാറ്റി വെക്കാനും വേണ്ടിയാണ് അത്ര നേരത്തെ തന്നെ CCL ആ ഒരു ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് പോലും പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ടേഴ്സൊന്നും ഡേറ്റൊന്നും മാറ്റി വെച്ചില്ല. അവർ 2 കൂടെ നടത്താൻ നോക്കി. അതായത് 2 വളർത്തി കാല് വെക്കാൻ നോക്കി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സിജു വിൽസൺ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡേറ്റൊക്കെ പ്രോപ്പർ ആക്കിയിട്ടാണ് ഈ ഒരു CCLലേക്ക് വന്നത്. തനിക്ക് ഈ ഒരു മാച്ചിലെല്ലാം പങ്കെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. സോ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയുള്ള പ്ലേസിനെ കൊണ്ടുവന്നാൽ മതി. എന്തായാലും തോക്കാനാണ് വരുന്നത്. തോക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയുള്ള പ്ലേസിനെ കൊണ്ടുവന്നാൽ മതി. അല്ലാതെ ഇടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് പോകാനുള്ള പ്ലേസിനെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. സോ അടുത്ത സീസണിൽ നല്ല പ്രാക്ടീസ്, അതുപോലെ തന്നെ 2 ബിഗ് ഹിറ്റേഴ്സ് അത് ഉറപ്പായിട്ട് വേണം. ഒന്നെങ്കിൽ മദൻ മോഹനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലേസിനെ ഉറപ്പായിട്ടും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു നല്ല ബോളറും കൂടെ വേണം. എന്നാലും നമുക്ക് ഈ ഒരു CCL സീസൺ അല്ലെങ്കിൽ അടുത്ത CCL സീസണെങ്കിലും പിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.